ഗൈസ്, അപ്പോ മസ്തിഷ്ക മരണം, ഡയറക്ഷൻ, റൈറ്റിംഗ്, എഡിറ്റിംഗ് ഓൾ ആർ ഇൻ ഒരു കുടക്കീഴിൽ. അതാണ് കൃഷ്ണാന്ത്. എന്തായാലും കൃഷ്ണാന്ത് എന്ന് പറയുന്ന ഈ ഒരു പുതുമുഖ സംവിധായകനെ തീർത്തും അഭിനന്ദിച്ചേ മതിയാകുള്ളൂ. ഇങ്ങനെ ഒരു ഫണ്ണി ആൻഡ് എൻജോയബിൾ ആൻഡ് തിങ്കബിൾ ആയിട്ടുള്ള ഇങ്ങനെ ഒരു സ്കൈഫൈ മൂവി മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ തന്നതിന് ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് എന്റെ കേസിൽ അങ്ങനെ ഈ സിനിമയുടെ ട്രെയിലർ ഒന്നും കാണാതെ തന്നെ ഇതിന് രജീഷ വിജയന്റെ ഒരു വേറിട്ടൊരു കഥാപാത്രത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കാണാൻ പോകുന്നതായിരുന്നു മൂവി. അപ്പോഴാണ് ലാണ്ട് കിടക്കുന്ന രജീഷ വിജയന്റെ ഐറ്റം ഡാൻസിന് മാത്രമൊന്നല്ല, ബാക്കി എല്ലാം കൂടെ ഒരു വേറിട്ട വേഷ പകർപ്പിന് തന്നെ നീതി പുലർത്തിയ ഒരു കഥാപാത്രം തന്നെ രജീഷ വിജയൻ തന്നിട്ടുണ്ട്. രജീഷ സിനിമയിൽ ഉടനീളവും പിന്നെ ക്ലൈമാക്സിൽ മെയിൻ ആയിട്ട് പുള്ളിക്കാരി ഒരു പോപ്പുലർ ആക്ട്രസ് ആയിട്ടാണ് ആ സിനിമയിലും കഥാപാത്രമായിട്ടുള്ളത്. അപ്പൊ ആ ഒരു ആക്ട്രസ് നേരിടുന്ന ആ ഒരു കഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആ ക്ലൈമാക്സിന്റെ അവസാനത്തെ സീനിൽ കൃത്യമായിട്ടൊക്കെ അവര് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ സിനിമ എന്ന് പറയുന്നത് 2046 കാലയളവിൽ നമ്മുടെ AI യുഗത്തിന്റെ ആ ഒരു തീവ്രത അങ്ങ് വളർച്ചയിലേക്ക് എത്തുമ്പോൾ ഉള്ള ആ ഒരു കേരളത്തിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴേ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അന്ന് അതിലും തീവ്രത ഏറിയ ഒരു സമയത്ത് പീക്ക് ടൈമിലേക്ക് കടക്കും എന്നുള്ളതിനെ കുറച്ചും കൂടെ എടുത്തു കാണിക്കുന്ന ഒരു മൂവി തന്നെയാണ്. അങ്ങനെ ഈ സിനിമയുടെ തുടക്കത്തില് നമ്മുടെ കഥാനായകനായ മണിയമ്പിള്ള രാജുവിന്റെ മകൻ കൂടിയായ നിരഞ്ജിന്റെ ആ ഒരു കഥാപാത്രം സ്വന്തം മകളെ നഷ്ടപ്പെട്ട ആ ഒരു വേദനയിലൂടെ ആ ഒരു ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ മന്ദം കഥ നീങ്ങിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു നമ്മുടെ കൺവിൻസിംഗ് സ്റ്റാർ സുരേഷ് കൃഷ്ണ അദ്ദേഹത്തിന്റെ ആ എൻട്രിയോട് കൂടെ പിന്നെ അവിടെ തിയേറ്ററിൽ തന്നെ ഉള്ളവരെന്തായാലും ചിരിവർഷം തന്നെ പൊഴിച്ചിരിക്കും. ഞാനൊക്കെ അവിടെ തറയെ കിടന്നു വരെയൊക്കെയാണ് ഓരോ കോമഡിക്ക് ചിരിച്ചത്. അവസാനം വരെയൊക്കെ സിനിമ തീരുമ്പോഴുള്ള ഈ സുരേഷ് കൃഷ്ണയുടെ പ്രത്യേകിച്ചുള്ള എൻട്രിക്ക് വരും. പിന്നെ ഇതിൽ ഈ നായകനായ നിരഞ്ജിന്റെ ഈ ക്യാരക്ടർ ശൈലി എന്ന് പറയുന്നത് ഏറെക്കുറെ നമ്മുടെ മണിയമ്പിള്ള രാജുവിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള അഭിനയമൊക്കെ ആയിരുന്നു. നല്ല രീതിക്ക് തന്നെ എൻഗേജിങ് ആയിട്ട് തന്നെ ആയിരുന്നു പോയത്. ഈ 2046 ടൈമില് കൊച്ചി എന്നൊക്കെ പറയുന്നത് ഈ ഒരു ജപ്പാൻ ചൈന മോഡലുള്ള ഈ ഫ്ലാറ്റ് മോഡലുള്ള ഈ അടുക്കായിട്ടുള്ള ഈ വീടുകളൊക്കെ ഇരിക്കുന്നതൊക്കെ നല്ല രീതിക്ക് തന്നെയാണ് അവര് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിലൊക്കെ നല്ലതായിട്ട് തന്നെ ഈ ആർട്ട് വർക്കും ടീമും കാര്യങ്ങളും നന്നായിട്ട് തന്നെ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊരു രസമാണ്, കണ്ടിരിക്കാൻ തന്നെ രസമായിരുന്നു. അങ്ങനെ ആ ഒരു ടൈമിൽ ഈ AI അടക്കി വാഴുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഇപ്പൊ മനുഷ്യർ ചെയ്യുന്ന ഈ ഭൂരിഭാഗം ജോലികളും ഈ AI ഏറ്റെടുത്ത് ചെയ്യും എന്ന് കാണിച്ചു വരുന്ന ആ ഒരു സീനും കാര്യങ്ങളൊക്കെ AI വെച്ച് തന്നെ അതിമനോഹരമായിട്ട് തന്നെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ ആറാട്ടണ്ണനെ പോലെ ആയാലും ഈ നീലക്കോയില് അല്ലാതെ ചില ഈ സെലിബ്രിറ്റികളെ വെച്ചുകൊണ്ട് തന്നെ ഉന്നം വെച്ച് ഈ കാശ് സമ്പാദിക്കുന്ന തരത്തില് യൂട്യൂബേഴ്സിനെ ഒക്കെ തന്നെ ഈ ഊക്കുന്ന തരത്തില് അപ്പോഴും അവര് കാണും. അപ്പോഴും അങ്ങനെയുള്ളവര് കാണുന്ന തരത്തിൽ കുറച്ച് പേരെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ലെവലിൽ ആ AI കാലഘട്ടത്തിലെയും ഈ പരദൂഷണക്കാരായ യൂട്യൂബർമാരെ ഒന്ന് പ്രതിനിധീകരിച്ചാണ് നന്ദു ഒരു യൂട്യൂബറിന്റെ കഥാപാത്രമായിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് പറഞ്ഞാൽ നന്ദുവിന്റെ ആ ഒരു മഞ്ഞക്കുയിൽ പോലത്തെ ആ ഒരു ക്യാരക്ടർ നല്ല രീതിക്ക് തന്നെ ഫസ്റ്റ് ഹാഫിന് മുന്നേ ആയിട്ട് ചിരി പടർത്തിയിട്ടുണ്ട്. ഈ പഴയ വെട്ടം സിനിമയിൽ ആ ഒരു ലഗേജ് ഒക്കെ അടിച്ചു മാറ്റുന്ന തരത്തിലെ കോമഡികൾ ഇപ്പോഴും ആളുടെ ഏജ് ഇത്ര ആയിരുന്നാലും ആ ഒരു കോമഡിയുടെ ഒരു അഭിനയത്തിന് ഒരു പഞ്ഞവും വന്നിട്ടില്ല എന്ന് ആ ഒരു സീനൊക്കെ കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും. പിന്നെ ഇന്ന ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് തന്നെ ആ സീനൊക്കെ നല്ല രീതിക്ക് തന്നെ എൻജോയബിൾ ആയിട്ട് ഉണ്ടായിരിക്കും. അല്ലാത്തവർക്ക് ഈ സിനിമ ഉടനീളം തന്നെ വേണമെങ്കിൽ അങ്ങനെ ബോധിക്കണമെന്നില്ല. പിന്നെ നമ്മുടെ ഈ RDX പ്രധാന വില്ലൻ കഥാപാത്രമായ വിഷ്ണു അഗസ്ത്യയൊക്കെ ഇതിലെ ഒരു വക്കീലിന്റെ ലീഗൽ അഡ്വൈസറിന്റെ റോളിലൊക്കെ ആയിട്ട് എത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജഗദീഷ് അവർകളും ആ കാലഘട്ടത്തിൽ ഒരു മെയിൻ പോലീസ് ഓഫീസറുടെ ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. അതില് നല്ല രീതിക്ക് തന്നെ കിട്ടിയ സാഹചര്യത്തിലൊക്കെ ആളുടെ പഴയ ഹ്യൂമറൊക്കെ വേണ്ട വിധത്തിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ വർക്ക് ആയിട്ടുണ്ട്. പിന്നെ ആ ഒരു ടൈം എന്ന് പറയുന്നത് ജെൻസി യുഗം ഭരിക്കുന്ന പീരീഡ് കൂടാണ്. അപ്പോഴേ അവര് നമ്മുടെ പഴയ ഈ 90s-ന്റെയും നമ്മുടെ 20s-ന്റെയൊക്കെ ആ ഒരു ഈ കാലഘട്ടത്തെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ഒരു ഡയലോഗ് ഡെലിവറീസും പുള്ളി ഇടയ്ക്കിടയ്ക്കായിട്ട് ഹ്യൂമർ വഴിയായിട്ട് നടത്തിയിട്ടുണ്ട്. ഈ സെക്കൻഡ് ഹാഫിലാണ് ഈ രജീഷ വിജയന്റെ ലീഗൽ അഡ്വൈസർ ആയിട്ടുള്ള കഥാപാത്രമായിട്ടുള്ള ദിവ്യപ്രഭയുടെയും അതുപോലെ തന്നെ ഈ രജീഷ വിജയന്റെ ഒക്കെ കഥാപാത്രത്തിന്റെ ആ ഒരു തീവ്രത സെക്കൻഡ് ഹാഫിലാണ് കണ്ടുവന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു സീൻ അത് എടുത്ത് പറയേണ്ടതുണ്ട്. അത് നമ്മുടെ അത്രയ്ക്ക് സീരിയസ് ആയിട്ട് കണ്ണിങ് ആയിരിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു ഒരു നിഞ്ചാക്കാരനെ ഇറക്കിയത്. പിന്നെ കണ്ടത് ആ ഒരു സീനിലെ വലിയൊരു അഴിഞ്ഞാട്ടമായിരുന്നു. പിന്നെ ആ ഒരു സീനിൽ തന്നെ ഒരു ഇടയ്ക്ക് ആ ഒരു സമയത്ത് നമ്മള് ഇപ്പോഴും നമ്മുടെ സ്പോട്ടിഫൈ കാര്യങ്ങളൊക്കെ കൊണ്ട് പാട്ട് കേൾക്കുന്നതിനായിട്ടൊക്കെ നമ്മൾ റിഫ്രഷ്മെന്റിനായിട്ടൊക്കെ ആ ഒരു സമയത്ത് AI ആയിരിക്കും നമ്മളൊന്ന് പറഞ്ഞാൽ മതി, അതിനനുസരിച്ചുള്ള സോങ് AI തന്നെ നമുക്ക് ഇട്ട് തരും. അങ്ങനെയുള്ള ഒരു പ്രതിനിധിക്കുന്ന രണ്ടും കുറച്ച് സീനൊക്കെ സിനിമയിലുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് നിഞ്ചാക്കാരന്റെ സിനിമയിൽ ഒരു AI ഒരു സോങ് ഇട്ടതായിരുന്നു. അയ്യോ തിരിച്ചു ഊപ്പാടോ ഒന്ന്, അതൊക്കെ നല്ല രീതിക്ക് തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ ഇതിലെ ക്ലൈമാക്സിലെ ലാസ്റ്റ് കോർട്ട് സീനിലെ ഇപ്പോഴേ നമ്മുടെ ജുഡീഷ്യറിയിലെ ഇക്വാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള മാറ്റത്തിന്റെ ചുവടുവയ്പ് ഇപ്പോഴേ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ നല്ല രീതിക്ക് തന്നെയുള്ള മാറ്റങ്ങളാണ് ആ ഒരു കോർട്ടിൽ കാണാൻ പറ്റിയത്. അത് ഫണ്ണി ആയിട്ടുണ്ട്, ഇമോഷണലിയും അവര് നന്നായിട്ട് തന്നെ സീൻ എടുത്തിട്ടുണ്ട് ആ ഒരു ക്ലൈമാക്സ്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ ടോട്ടലി ഒരു വെറൈറ്റി ഫീൽ തരുന്ന ഒരു സ്കൈഫൈ മൂവി തന്നെയാണ്.
എന്ത് പറയാനെന്ന് അറിഞ്ഞോ, ഒന്നും കൂടെ കണ്ടാൽ അത്രയ്ക്കും പുണ്യം. ആ ഒരു ടൈപ്പിലുള്ള ഒരു മൂവി തന്നെയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നാലും അത്രയും ഹൈ തന്നെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സിനിമ എടുക്കാൻ തന്നെ നമ്മുടെ ഈ മലയാള ഇൻഡസ്ട്രിക്ക് സാധിക്കുകയുള്ളൂ. അത് ഇത്രയും ബഡ്ജറ്റിൽ ഒരു 80-100 കോടിക്കുള്ള ഒരു സംഭവം തന്നെ ഇതിൽ ഡയറക്ടർ കൃഷ്ണാന്ത് പണി വെച്ചിരിക്കുകയാണ്. ചെറിയൊരു റോളിൽ വന്നവരായിരുന്ന കൂടി എൻറ്റയർലി അവർക്കൊക്കെ നല്ല രീതിക്കുള്ള സ്ക്രീൻ സ്പേസ് ഈ ഡയറക്ടർ സാർ കൊടുത്തിട്ടുണ്ട് എന്നതിൽ തന്നെ വലിയൊരു സന്തോഷമുണ്ട്. എന്തായാലും ഇനിയും ഇതുപോലുള്ള അനവധി സ്കൈഫൈ മാരക പടങ്ങൾ പോന്നോട്ടെ. അപ്പൊ മലയാളികൾക്ക് അത് ഏറ്റെടുക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് നമുക്ക് പാക്കലാം.